ഹായ്, അപ്പോൾ നമ്മുടെ ഗ്രീൻ സേവറേറ്റിൽ ലഞ്ച് എന്തൊക്കെ മെനൂസ് എന്തൊക്കെ ഫുഡ് ഉണ്ടെന്ന് നോക്കാം. ഇത് നമ്മളുടെ തന്നെ ഇവിടുത്തെ ഫാമിലെ പ്ലാവിൽ നിന്ന് പറിച്ച ചക്ക കൊണ്ടുണ്ടാക്കിയ പുഴുക്കാണ്. പിന്നെ വരുമ്പോഴത്തേക്ക് മീൻകറി, പിന്നെ നമ്മളുടെ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വിതച്ചിട്ടുള്ള നെല്ലിൽ നിന്നുള്ള അരിയാണിത്. ഇത് വൈറ്റ് റൈസ് ആണ് വരുന്നത്. പിന്നെ ചിക്കൻ കറി, സോയ, പിന്നെ പരിപ്പ് കറിയുണ്ട്, പുളിശ്ശേരിയുണ്ട്, രസമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പലരും കഴിച്ചിട്ടുണ്ടാവില്ല, ഇത് കഴിക്കാൻ പറ്റുമെന്നറിയില്ല. ഇത് ഫിഗ് ആണ് വരുന്നത്. ഫിഗ് എന്ന് പറയുമ്പോൾ അത്തിപ്പഴം നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്, പക്ഷേ അത്തിപ്പഴം കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ ഗ്രീൻ സേവറേറ്റ് വന്നിട്ടാണ് ആദ്യമായിട്ട് അറിയുന്നത്. ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കണം. ഇത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വെജിറ്റബിൾ മിക്സിൻ്റെ ഒരു തോരനാണ് വരുന്നത്. ഇതൊക്കെ പോയാൽ നമുക്ക് ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. അത് നമ്മുടെ ഫാമിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പപ്പായ അച്ചാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പുളിയിഞ്ചി, നമ്മുടെ നാടൻ ഇപ്പോൾ അധികം കിട്ടാറില്ല, നമ്മളുടെ ഫാമിൽ തന്നെ വെച്ചിട്ടുള്ള പുളിയിഞ്ചി അച്ചാർ വരുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ പപ്പായ ആണെങ്കിലും പുളിയിഞ്ചി ആണെങ്കിലും നമ്മളുടെ ഫാമിൽ തന്നെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ ഒരു ട്രഡീഷൻ നമ്മളൊക്കെ പണ്ട് പറയും വീട്ടിൽ നമ്മൾ അങ്ങനെ കഴിച്ചു ഇങ്ങനെ കഴിച്ചു, ആ ഒരു ഫീല് ചിലപ്പോൾ നമ്മൾ ജോലിക്ക് വേണ്ടി വേറെ സ്ഥലത്ത് പോകുമ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഗ്രീൻ സേവറേറ്റ് വരുമ്പോഴത്തേക്ക് ലഞ്ചിൻ്റെ അകത്ത് നമുക്കൊരു ഹോംലി ഫീൽ കിട്ടും. അതാണ് ഗ്രീൻ സേവറേറ്റിലെ ഫുഡിൻ്റെ ഹൈലൈറ്റ്.